കണ്ണൂരിൽ ജില്ലാ ബുക്ക് ഡിപ്പോയുടെ മേൽക്കൂരയിലെ ഓടുവീണ് അധ്യാപകന്റെ തലയ്ക്ക് പരിക്കുപറ്റി. അങ്ങാടിക്കടവ് സ്കൂളിലെ അധ്യാപകനായ ബെന്നിക്കാണ് പരിക്കേറ്റത്. പയ്യാമ്പലത്തെ 80 വർഷത്തോളം പഴക്കമുള്ള ഇടിഞ്ഞു വീഴാറായ കെട്ടിടത്തിലാണ് ബുക്ക് ഡിപ്പോയും അങ്കണവാടിയും ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത്. 1944 പണി കഴിപ്പിച്ച കെട്ടിടമാണിത്. ഇതിന്റെ മുന്നിൽ കാർ നിർത്തി ഇറങ്ങിയപ്പോഴാണ് അധ്യാപകന്റെ തലയിൽ ഓട് വീണത്. ബെന്നിക്ക് തലയിൽ 11 തുന്നലുണ്ട്. ഹയർ സെക്കൻഡറി ഡെപ്യൂട്ടി ഡയറക്ടറേറ്റും വനിതാ TTIയും എല്ലാമുള്ള വളപ്പിലാണ് ഈ പഴയ കെട്ടിടവും സ്ഥിതി ചെയ്യുന്നത്. ജില്ലാ പാഠപുസ്തക ഡിപ്പോയുടെ ഭാഗമാണിത്. ഒപ്പം അങ്കണവാടിയും. ഓടുകൾ ഇളകി വീഴുന്ന ഇടിഞ്ഞു വീഴാറായ കെട്ടിടത്തിന് ഫിറ്റ്നസുമില്ല. 20ഓളം പേർ ജോലി ചെയ്യുന്ന ബുക്ക് ഡിപ്പോയുടെ അവസ്ഥ പരിതാപകരമാണ്. തെരുവ് നായ്ക്കൾ കയറുകയും മഴക്കാലത്ത് ചോർന്നൊലിക്കുകയും ചെയ്യും. മറ്റൊരിടത്തേക്ക് മാറ്റാൻ അപേക്ഷ നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ല. തലയിൽ വീഴാനായി മാത്രം തലപ്പത്തുള്ളവർ കാത്തിരിക്കല്ലേ എന്നാണ് ഇവരുടെ അപേക്ഷ. നിങ്ങൾ അറിഞ്ഞോ, 4 ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ PR നേടാം, സ്ഥിരതാമസമാക്കാം. ഏത് ഒക്കുപേഷനുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ, സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്, ട്രേഡ്സ്, ട്രാൻസ്പോർട്ട്, അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ 5 കാറ്റഗറികളിലുള്ള 82 ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ലൈസൻസ്ഡ് കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോട് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ. ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേമായ ഇംലോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.